ബ്രിട്ടീഷുകാരുടെയും സാമൂതിരിയുടെയും പട്ടാളം പള്ളികൾക്ക് ശേഷം ചിന്തോസ്കി എത്തി നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ പട്ടാളം ബീച്ചിലാണ് സുഹൃത്തുക്കളെ. എന്റെ മോനെ അതേത് ബീച്ച് എന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട്ടെ ബട്ട്റോഡ് ബീച്ച് തന്നെ. ശരിക്കും ഇത് ബട്ട്റോഡ് ആയിരുന്നു പോലും. കോഴിക്കോട് ബീച്ചിലും ലയൺസ് പാർക്കിലും ഫ്രീഡം സ്ക്വയറിലും ഒക്കെ തിരക്കേറിയപ്പോ നമ്മൾ പയ്യെ ബട്ട്റോഡ് ബീച്ചിലേക്ക് നീങ്ങിയതാണല്ലോ. തിരമാലകളും തട്ടുകടയും തിരക്കുമൊക്കെയായി കടലോര ഭംഗി എത്ര കണ്ടാലും മതി വരില്ല അല്ലേ? എന്നാൽ ഒരു ശതാബ്ദത്തിനപ്പുറമാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഈ ബീച്ച് മലബാർ കളക്ടർ വെസ്റ്റൽ ബാരക്സിലെ പട്ടാളക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതായിരുന്നു. വെറും ഡെഡിക്കേഷൻ അല്ല, പട്ടാളത്തിന് വെടിവെപ്പ് പരിശീലനം നടത്താനുള്ള റൈഫിൾ റേഞ്ച് ആയിരുന്നു. ഇംഗ്ലീഷിൽ ഈ ടാർഗറ്റിനെ റൈഫിൾ ബട്ട് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തിന് തന്നെ റൈഫിൾ ബട്ട് എന്ന് വിളിച്ചു. കാലം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ റൈഫിളൊക്കെ എങ്ങോ മറഞ്ഞുപോയി, ബാക്കി നിന്നത് ബട്ടാണ്. പിന്നീട് ഇതെങ്ങനെയോ ബട്ട്റോഡായി. അപ്പൊ ശരി, പിന്നെ പാക്കലാം.